ഞങ്ങളുടെ ഈ പറമ്പിൽ കയറിയാൽ നിങ്ങൾ അവസാനമായിട്ട് കയറുന്നതായിരിക്കും ജീവനോടുകൂടിയെന്ന് ശക്തമായിട്ട് പ്രഖ്യാപിക്കുവാന് ഒരു സംഘം തന്നെ അവിടെ ഉള്ളതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കടന്നു വരണ്ട. അവർക്ക് പേടിയുണ്ട്, അവർക്ക് ജീവനില്ല. നമുക്ക് ജീവനിൽ പേടിയില്ല. അടുത്ത തിരഞ്ഞെടുപ്പ് വരും, പാർലമെന്റ് ഇലക്ഷൻ വരും, പഞ്ചായത്ത് ഇലക്ഷൻ വരും, നിയമസഭാ ഇലക്ഷൻ വരും. കർഷകരെ സഹായിക്കാത്ത ഒരുത്തർക്കും ഞങ്ങൾ വോട്ട് ചെയ്യുകയില്ല എന്ന് കൃത്യതയോടുകൂടി പറയുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ നേതൃത്വം നൽകുന്ന ഈ സർക്കാർ നമ്മുടെ മുമ്പിൽ, കർഷകന്റെ മുമ്പിൽ മുട്ടുകുത്തും. കർഷകരുടെ മുമ്പിൽ മുട്ടുകുത്തിച്ച ചരിത്രം നമുക്കുണ്ട്. അത് നമുക്ക് നിർബന്ധിക്കപ്പെടുന്ന എന്ന് പ്രിയപ്പെട്ട ചാക്കോ സാർ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ജീവിക്കുവാനുള്ള നമ്മുടെ ഈ തത്രപ്പാടിൽ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കാൻ ഞങ്ങൾ നിയന്ത്രിക്കുകയാണ്, സ്വയം നിയന്ത്രിക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശത്തെ ഇല്ലാതാക്കിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുവേണ്ടി ജീവൻ നൽകി പോരാടുക തന്നെ ചെയ്യും. അത് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാന്, നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കുവാന് സാധിക്കണം. അതിന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് ജീവിക്കുവാനുള്ള ഒരു അവകാശം അതുണ്ടെന്ന് നാം ഉറപ്പോടുകൂടി വിചാരിക്കണം. ഒരു വനത്തിലേക്ക് കയറിയെന്ന് പേര് പറഞ്ഞിട്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ 2 വർഷം മുമ്പ് പത്തനംതിട്ടയിൽ ഒരു സഹോദരൻ മത്തായിയെ ചവിട്ടിക്കുട്ടി അവന്റെ ജീവൻ നഷ്ടപ്പെടുത്തി. ഇന്ന് വരെ ആ കുടുംബത്തിന് ലക്ഷങ്ങളാണ് സർക്കാർ പാരിതോഷികമായിട്ട് പറഞ്ഞത്. പക്ഷെ ഇന്ന് വരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവന് നേരെയുള്ള ചോദ്യം ചെയ്യലാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഒരുമിച്ച് നിന്ന് നമുക്ക് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കാപട്യത്തിനെതിരെ, അവരുടെ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പോരാടുക. നമ്മുടെ ഈ മുത്തപ്പമ്പുഴയിൽ എല്ലാ ആഴ്ചയിലും അവർ വരുമായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങളെ തടയുന്ന ഒരു ജണ്ടയിടുന്നതിന് വേണ്ടി. ആ പേര് പറഞ്ഞിട്ട് അവിടെ പലപ്പോഴും രാഷ്ട്രീയക്കാര് കടന്നു വന്നു. അവർക്ക് ആക്രമിക്കുന്നതിന് അവർക്ക് രക്ഷിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരും രക്ഷിച്ചില്ല. അവിടെ നല്ലൊരു സംഘടനയുണ്ടായി, ഒരു ഗ്രൂപ്പ് ഉണ്ടായി, ശക്തരായിട്ടുള്ള ചെറുപ്പക്കാരുടെ, കർഷകരുടെ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, അത് സ്ത്രീകളും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഈ പറമ്പിൽ കയറിയാൽ നിങ്ങൾ അവസാനമായിട്ട് കയറുന്നതായിരിക്കും ജീവനോടുകൂടിയെന്ന് ശക്തമായിട്ട് പ്രഖ്യാപിക്കുവാന് ഒരു സംഘം തന്നെ അവിടെ ഉള്ളതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കടന്നു വരണ്ട. അവർക്ക് പേടിയുണ്ട്, അവർക്ക് ജീവനില്ല. നമുക്ക് ജീവനിൽ പേടിയില്ല. നമ്മൾ ധീരതയോടുകൂടി നമുക്ക് ജീവിക്കുവാനുള്ള അതിജീവനത്തിലുള്ള പോരാട്ടത്തിൽ മുന്നോട്ടിറങ്ങും. ഇപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. മുത്തപ്പമ്പുഴയില് ജണ്ടയിടുന്നതിന് വേണ്ടിയോ നമ്മുടെ ആളുകളെ കയ്യേറുന്നതിനോ അവർ വരികയില്ല. പ്രിയപ്പെട്ടവരെ, കർഷകർ നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇവർക്ക് സാധിക്കുവാൻ, നമ്മെ കീഴടക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. ഭയമാണ് നമ്മെ കീഴടക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടന്നു വരുമെന്ന്. ഇനി ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഒരിക്കലും നമ്മുടെ ഒരാളെ പോലും ഒരു കേസിൽ ഉൾപ്പെടുത്തുവാനോ സാധിക്കുകയില്ല. നാം ഒരുമിച്ച് നിന്നാൽ നമുക്കതിന് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള കാര്യം. പെരുവണ്ണാമൊഴിയിൽ ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ നാട്ടിലെ തന്നെ കഥകൾ പങ്കുവെക്കുകയാണ്. പെരുവണ്ണാമൊഴിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ഒരു പന്നി എവിടെയെങ്കിലും ചത്തു എന്ന് കരുതി, അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കരുതി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ രാത്രിയിൽ, പാതിരാത്രിയിൽ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഭാര്യ, കുട്ടികള് അവർ സ്വൈര്യമായിട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പോലും ഒരു വീട്ടിലും കടന്നു വരികയില്ല. പന്നി അവിടെ ചാകായിട്ടൊന്നുമല്ല, അതുപോലെ മൃഗങ്ങള് ആകായിട്ടല്ല, നല്ലൊരു കൂട്ടായ്മ അവിടെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഭയപ്പെടുകയാണ് കർഷകരെ. പ്രിയപ്പെട്ടവരെ, ഈ അതിജീവന യാത്ര ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനീതിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഒരു ജീവനയാത്ര തന്നെയാണ്. അത് നമ്മൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കണം. ആവശ്യമില്ലാത്ത നിയമങ്ങൾ അവർ കയ്യിലെടുക്കുമ്പോൾ നാം ഭയത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് പന്നിയെ കൊല്ലുവാന് അവകാശമുണ്ടല്ലോ, അതിന് സർക്കാർ അനുവദിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു കാട്ടുമൃഗവും നമ്മെ നശിപ്പിക്കുവാൻ, ഇനി നമ്മുടെ വിളകളെ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. നമുക്ക് ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നതാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ അതിജീവന യാത്ര. പലപ്പോഴും കൂട്ടായ്മയുടെ അഭാവമാണ് നമ്മുടെ അവകാശങ്ങളെ ഇവർ ധ്വംസിക്കുന്നത്, ഇല്ലാതാക്കുന്നത്. അതിനുള്ള ഒരു പോരാട്ടമാണ് ഈ യാത്രയിലൂടെ നമ്മുടെ ഓരോരുത്തരും പറയുക. ഇവിടെ നമുക്ക്
സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന കിട്ടേണ്ട അവകാശം അതൊരു ഔദാര്യമൊന്നുമല്ല, നമ്മുടെ അവകാശമാണ്. പക്ഷെ പലപ്പോഴും സർക്കാർ സ്ഥാപനങ്ങൾ നോക്കുകുത്തികളായി മാറുകയാണ്. എത്രയോ ഉദ്യോഗസ്ഥരാണ്, അവരുടെ കണക്കുകളെല്ലാം നാം എപ്പോഴും ആവർത്തിക്കുന്നതും പറയുന്നതുമാണ്. ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. നമുക്കറിയാം, ഇവിടെ കൃഷി വകുപ്പുണ്ട്, വർഷങ്ങൾ ശാസ്ത്രജ്ഞന്മാർ നമുക്കുണ്ട്. ഇന്ന് വരെ നമ്മുടെ ഈ തെങ്ങിന് മണ്ടരി ബാധിക്കുന്നതിനോ കമുകിനും മഞ്ഞപ്പ് ബാധിക്കുന്നതിനോ കുരുമുളകിന്റെ ദ്രുതവാട്ടത്തിനോ ഒരു പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? അവർക്കത് സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? അവർ അലസരാണ്. അതുപോലെ തന്നെ അവരുടെ ഈ കർഷകരോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ശാസ്ത്രജ്ഞരാണ് ഈ കേരളത്തിലുള്ളത്. അത്തരം ശാസ്ത്രജ്ഞരെ നമുക്ക് ആവശ്യമില്ല. നമ്മൾ തീറ്റിപ്പോറ്റുന്നത് നമ്മൾ നൽകുന്ന നികുതി കൊണ്ടുകൂടിയാണ്. എന്നാൽ അതിന് സാധിക്കുന്നില്ല. അപ്പോൾ സർക്കാരിന്റെ എത്രയോ ഖേദകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെയുള്ളത്. കർഷകരെ രക്ഷിക്കുവാൻ, കർഷകർ അവർക്ക് രക്ഷ നൽകുന്നതിന് സർക്കാർ പരിശ്രമിക്കുന്നില്ല. ഇന്ന് സർക്കാരിന് ഭാഗത്ത് നിന്ന് ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഹൈക്കോടതി സൂചിപ്പിച്ച ഒരേ കാര്യം മതി. ഇനി നിങ്ങൾക്ക് പെൻഷൻ കിട്ടുമെന്ന് വിചാരിക്കേണ്ട ആർക്കും സ്വന്തമായിട്ട് പെൻഷൻ കണ്ടെത്തിക്കൊള്ളുക. കാരണം സർക്കാരിന്റെ കയ്യിൽ പണമില്ല. സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതിന് കാരണം എന്താണെന്ന് നമുക്കറിയാം. അതൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് എപ്പോഴും ഓർക്കേണ്ടത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും സർക്കാരിന്റെയും കർഷകർക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ വിജയിക്കുവാൻ സാധിക്കുമെന്ന് ഈ അതിജീവന യാത്ര നമ്മെ